എന്നാ ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ല. അല്ല അതല്ല, വിരാട് കോഹ്ലി, RCB, ധോണി ചെന്നൈ സൂപ്പർ, റൊണാൾഡോ പോർച്ചുഗൽ, മെസ്സി അർജന്റീന. പിള്ളേർ രക്ഷപ്പെട്ടിട്ട് വേണം എനിക്ക് പണി ഒഴിവാക്കിയിട്ട് വെറുതെ ഇരിക്കാൻ. ഇതെല്ലാം ആദ്യം പറയണ്ടേ? നിങ്ങൾ ഇങ്ങനെ ഈ വയസ്സുകാലത്തല്ലേ ഇനി എന്ത് സിനിമയിൽ അഭിനയിക്കാൻ? വയസ്സുകാലത്തെല്ലാം കിട്ടാണെന്ന് അഥവാ മറ്റേ മോഹൻലാലിന് പെട്ടെന്ന് ഒരു നായികനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ? പറഞ്ഞു വെച്ചാൽ നല്ല അടിപൊളിയാന്ന്, നല്ല നിങ്ങളെ ഉഗ്രനായിന് എന്നെല്ലാം പറഞ്ഞു. നമ്മള് പേജിലൊരു ആസ്മേനി തിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് അമ്മമ്മേനെയും ഈ പിള്ളേരെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവരിപ്പോൾ പറയും. ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കാം. ആദ്യം എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഉജ്വൽ. ക്ലാസ് ഏട് നിൽക്കുന്നതെന്ന് പറ. 10 കോഴിക്കോട്. ഭാരതി കൂടാളി. ദ്രോണ 7ാം ക്ലാസ് പഠിക്കുന്നു, കൂടാളി. അഥർവ് 5ാം ക്ലാസ്, കൂടാളി. അമ്മമ്മേനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അമ്മമ്മേനെ പറ്റി അമ്മമ്മ തന്നെ പറയും. പറഞ്ഞോ, അവിടെ നോക്കിയിട്ട് പറഞ്ഞോ. ഞാൻ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കൂടലിന് പോയിനി. അതല്ല അതല്ല, അമ്മമ്മേനെ പറ്റി ചോദിച്ചിട്ടുണ്ടെന്നല്ല, അമ്മമ്മേനെ പറ്റിയിട്ട് ഇവര് നമ്മളെ വീഡിയോ കാണുന്ന ആള് ചോദിച്ചിട്ടുണ്ട് എന്ന്. അതായത് നിങ്ങളെ പറ്റി അറിയാം, നിങ്ങളെ പേര്, പിന്നെ എവിടെയാന്ന് വീട്, എന്നാന്ന് ചെയ്യുന്നത്, അതല്ലോ. ഞാൻ ചോദിക്കാം, പേര് ഭാരതി. വീട് എവിടെയാ? വീട് കൂടാളി. കൂടാളി കണ്ണൂർ. എന്നാ ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോ അടുത്ത ചോദ്യം. അല്ല, കാര്യത്ത് പറഞ്ഞാന്ന്. ഭാരതി, കൂടാളി, കണ്ണൂർ, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഇത് ആര്യ. വളരെ ടെൻഷനിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന. ആൾക്കാരെല്ലാം ഇങ്ങനെ ചുറ്റിലുമുണ്ട്, ഫുൾ ബന്ധുക്കളുണ്ട്, ഓണത്തിന് വന്നേ. അപ്പോൾ അടുത്ത ചോദ്യം, പിള്ളേരെ വീഡിയോ എടുക്കാൻ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തേ? ഫസ്റ്റ് ഇവനെ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇവൻ ഇത്രയെല്ലാം 5 പഠിക്കുമ്പോൾ ഇവൻ 5 പഠിക്കുമ്പോഴാണ് ഞാനും എൻ്റെ അനിയെ ആച്ചു ആടിയുണ്ട്, ഓനും കൂടി ഇവൻ്റെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്ത IPL പറ്റിയിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഏറെ ഇവനേനും. നിന്നെ എങ്ങനെയാണ് നമ്മൾ കൺവിൻസ് ചെയ്ത് വീഡിയോ എടുക്കാൻ? പറഞ്ഞോ. അങ്ങനെയൊന്നുമില്ല, ചെക്കൻ ഇൻട്രോവേർട്ടാണ്. കൺവിൻസ് ചെയ്തിട്ടൊന്നുമില്ല, വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞ് വന്ന് അവരോട് ചോദിക്കാം, എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ കൺവിൻസ് ചെയ്തതെന്ന്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അഞ്ഞും കൂടി കയറ്റു. നീ വലിയവനാടാ. ഇവർ രണ്ടാളും ഏട്ടനും അനിയനുമാണ്. എടാ അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയണ്ടേ. ഇവർ രണ്ടാളും ഏട്ടനും അനിയനുമാണ്. ഇത് അമ്മമ്മ, ഇത് പറയത്തെ ഇതിനെ. അതായത് അമ്മമ്മേൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. ഞാൻ മൂത്ത മോളെ മോയെ, ഇത് വേറെ മോളെ മോയെ, ഇത് ഇളയ മോൻ്റെ മോയെ. അങ്ങനെ പറഞ്ഞു. മോളെ മോയെ, മോൻ്റെ അല്ല, സോറി. അതൊന്നും പറയണ്ട. പിള്ളേരെ പറ്റി ഇതെൻ്റെ ഒരേ ഒരു മോനാണ്, ആ മോൻ്റെ മോനാണ് ഈ രണ്ടും. ഓക്കെ. അപ്പോൾ മോനെ ഏട്ടനെ കൊണ്ട് എടുക്കുന്നുണ്ടാരോ, അനിയനും വന്ന് ഓനും വീഡിയോ എടുത്ത്. അടുത്ത അമ്മമ്മേനെ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ കൺവിൻസ് ചെയ്ത്? നിങ്ങളെ എങ്ങനെയാണ് വീഡിയോയിൽ കൂട്ടിയെന്ന് ഫസ്റ്റ്? നീയല്ലേ എന്നെ ഇവിടെ വന്നിട്ട് അമ്മമ്മ ഇവിടെ നിൽക്കുന്ന് പറഞ്ഞിട്ട് നീയല്ലേ എന്നെ വിളിച്ചിട്ട് പറയിപ്പിച്ചത്. അതാന്ന് പറയണ്ടേ. അത് കുറച്ച് സ്നേഹത്തോടെ പറയാം. ഞാനിങ്ങനെ വന്ന് ഒരു സാധാരണ നമ്മൾ മറ്റേ അമ്മേൻ്റെ റോളെല്ലാം മറ്റേ നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഷാൾട്ടിട്ടും ചെയ്യൽ. പിന്നെ അന്നൊരു സാരും ഇല്ലാത്ത നേരം ഞാൻ വെറുതെ ഇവിടെ വന്നതാണ്. മേടിച്ച് എന്നാൽ പിന്നെ അമ്മമ്മക്ക് എടുക്കാനുണ്ടാകുമെന്ന് നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് ആദ്യം സൗണ്ടേ വേണ്ടേനു. അപ്പോൾ ആദ്യം വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അല്ലേ. വീഡിയോ തന്നെ കത്തിക്കേരി. എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. അപ്പോൾ അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അമ്മമ്മ റോള് മാത്രമായി, പിന്നെ അമ്മമ്മ മെയിനായി.
വീഡിയോ കണ്ടിട്ട് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ എന്നാ പറഞ്ഞേന്ന് പറ. റീലില് ഒക്കെ ഇല്ലേ? ആ എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ആ എന്നിട്ട് പോയി. ശിവൻ്റെ അടുത്ത് നിന്ന് ഇത്രയും എന്നെ കിട്ടുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇവൻ ഇൻട്രോവേർട്ടാണ്, പക്ഷേ അഭിനയിക്കാൻ അടിപൊളിയാണ്. പറഞ്ഞു നിങ്ങളാരെങ്കിലും വീഡിയോ കണ്ടിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ടോന്ന്? ഞാൻ കുളത്തിൽ പോയാലും കുറേ ആൾക്കാർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വീഡിയോയിൽ അഭിനയിച്ചാലേ അത് ഇന്നോട്ടനാണോ അങ്ങനെയാന്ന് വീഡിയോയിൽ കയറി അങ്ങനെ എന്തെങ്കിലും എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ ചോദിച്ചു നീ വീഡിയോ ഒക്കെ പോക്കില്ലേ? ചെക്കൻ വീഡിയോ വരുന്നില്ല എന്ന് പറഞ്ഞ ആസ്മിയനത്ത് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ചെക്കനുണ്ട്. അമ്മമ്മേനോട് ആരെങ്കിലും ഇത് വേറെ പുറത്തുനിന്ന് ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ചോദിച്ചിനോന്ന് വീഡിയോനെ പറ്റിയിട്ട്, നിങ്ങളെ പറ്റിയിട്ട്? ഞാനിപ്പോൾ 2-3 സ്ഥലത്ത് പോയി, ഒരു വീട്ടിൽ കൂടലിന് പോയി. ആ സ്ഥലത്ത് നിന്നെല്ലാം എന്നോട് ചോദിക്കുന്നു നിങ്ങളല്ലേ ആ വീഡിയോയിൽ കണ്ടേ? ഞാൻ പറഞ്ഞു അതെയാ. അങ്ങനെ പറഞ്ഞ് കുറേ ആൾ എന്നോട് ചോദിച്ചു. ചിലപ്പോൾ എനക്കൊരു എന്തെല്ലാം പോലെ തോന്നും ചിലപ്പോൾ. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ആട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കട്ടെ എന്ന് വിചാരിച്ചു. എനക്കിത് ഇഷ്ടമാണ്, എൻ്റെ മോനല്ലേ അതൊന്നുമില്ല പറഞ്ഞു പറയിക്കലെന്നാന്ന്. അല്ല ആൾക്കാര് എന്നാ പറഞ്ഞേന്ന് നല്ലതാന്ന് പറഞ്ഞു വെച്ചാൽ നല്ല അടിപൊളിയാന്ന്, നല്ല നിങ്ങളെ ഉഗ്രനായിന് എന്നെല്ലാം പറഞ്ഞു. എത്ര തന്നെ. പിന്നെ അടുത്ത ഫാൻസ് ഉണ്ട്. അപ്പോൾ അമ്മമ്മക്ക് കുറേ ഫാൻസ് ഉണ്ട്. ഇത് ഇപ്പോൾ ആസ്മീൻ തിങ് ചോദിച്ചതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് അമ്മമ്മേനെ പറ്റിയിട്ടാണ്. അമ്മമ്മക്കാരല്ലോ ഗിഫ്റ്റെല്ലാം കൊടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരും കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കണം കേട്ടോ എന്നെ. പിന്നെ പിള്ളേർ സ്കൂളിലെ ടീച്ചർമാർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നന്നായി മോനെ. ഞാൻ അന്ന് പ്രണവാടിനെ പറ്റി ചോദിച്ചിന് ടീച്ചർമാർ. പ്രണവാട്ടം പണ്ട് പഠിച്ച സ്കൂളിലായപ്പോൾ പഠിക്കുന്നു. ഞാൻ പ്രണവാട്ടിനെ പറ്റിയിട്ട് ചോദിച്ചു. സ്കൂളിൻ്റെ പേര് പറഞ്ഞോ? വിവേകാനന്ദ വിദ്യാലയം കൂടാളി. പറഞ്ഞു എന്നാ ചോദിച്ചു. ചോദിച്ചു പ്രണവാലിങ്ങളിൽ ഇതാക്കുന്ന എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ചിട്ട് പറയാം. ഞാൻ പറഞ്ഞ പ്രണവാടിനാന്ന് വീഡിയോ എടുക്കുക ഇങ്ങനെ പറഞ്ഞ വീഡിയോ നിർബന്ധിച്ചിട്ടില്ല. നിർബന്ധിച്ചിട്ടില്ല. പ്രണവാലിലെ ഡയറക്ടർ ഇന്നോട് ടീച്ചർമാരൊന്നും ചോദിച്ചിട്ടുണ്ടോ എന്ന് വീഡിയോ കണ്ടിട്ട്? അവിടെ നീയല്ലേ പറഞ്ഞ ഇന്നോട് ഏതോ ടീച്ചർ ചോദിച്ചിന് മറ്റേ IPL സമയത്ത് ചെന്നൈൻ്റെ ഫാനാന്നോ ചോദിച്ചിന്. അമ്മേനോട് ചോദിച്ചാലും പറഞ്ഞോ? അമ്മേനോടൊന്ന് ചോദിച്ചിന് അറിയില്ല കേസ്. അടുത്ത ചോദ്യം, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട IPL ടീം പ്ലെയർ? കോഹ്ലി. ടീം RCB. വിരാട് കോഹ്ലി. RCB. എനിക്കിഷ്ടപ്പെട്ട ടീം അറിയണ്ടേ? ടീമും പ്ലെയറും. ധോണി, ചെന്നൈ സൂപ്പർ. ടെൻഷൻ അടിക്കണ്ട, നീ സാധാരണ പോലെ പറഞ്ഞായി. 2 കോഹ്ലി ഫാൻസും ധോണിയാന്ന് തോന്നല്ലേ നീ? ചെന്നൈ. ഏട്ടനാണ് ഇപ്പോൾ ഓപ്പോസിറ്റാണ്. ഫുട്ബോൾ ടീമും പ്ലെയറും? ഇവൻ ഫുട്ബോൾ കാണില്ല. റൊണാൾഡോ. മെസ്സി അല്ലേനോ? റൊണാൾഡോ പോർച്ചുഗൽ. മെസ്സി അർജന്റീന. ക്ലബും പറഞ്ഞോ? ലിവർപൂൾ. ബാഴ്സ. ഇത്ര ആലോചിക്കേ. അമ്മമ്മ കളി കാണലുണ്ടോന്ന്? ഫുട്ബോളും ക്രിക്കറ്റും കാണലുണ്ടോന്ന്? ഇടക്ക് കാണും, എന്നാലും ഇഷ്ടം തന്നെയാണ്. കാണലുണ്ട്. സീരിയലും കാണും ഇടക്ക്. അന്നേരം ഇടക്ക് ഇതും കാണും. മോൻ വെക്കുമ്പോൾ പിന്നെ അത് കണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ വെക്കും ഇങ്ങനെ. പ്ലെയറിന്റെ പേരൊന്നും അറിയില്ല. ഇവൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ചെക്കനെ കളി കാണാൻ വിടയില്ല, പിന്നെ എപ്പോ സീരിയൽ കാണലാന്ന് പറഞ്ഞു. സീരിയൽ തന്നെയാണ്, പക്ഷേങ്കിൽ എപ്പം വെക്കുമ്പോൾ അത് ഞാൻ കണ്ടിരിക്കും. കാണലുണ്ട് ഗൈസ്. പിന്നെ അമ്മമ്മ സീരിയൽ കാണുന്ന സ്റ്റോറി ഇട്ടിരുന്നു. അത് ഞാനന്ന് വീഡിയോ എടുത്തിന്. നിങ്ങൾ ഇത് സീരിയൽ കാണുന്ന അമ്മമ്മക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ
അതിന് പേരെല്ലാം കിട്ടണ്ടേ? ഏതൊക്കെ ക്യാരക്ടർ വരും പറയാ പറഞ്ഞ ഏതാണ് ഇഷ്ടപ്പെട്ട? ഞാൻ എല്ലാ സീരിയലും കാണും. പേരറിയാണ്ടൊന്നുമില്ല, പേരെല്ലാം അറിയാം. അത് പെട്ടെന്ന് കിട്ടണ്ടേ? കഥ പറഞ്ഞാ മതി. ചെമ്പനി നേർപ്പൂ ഒന്ന്, സച്ചിന്റെ സീരിയലാ? സച്ചിന്റെ ചെമ്പനി നീർപ്പൂവ് അത് കാണലുണ്ട്. പിന്നെ സ്വാന്തന 2 അത് കാണലുണ്ട്. സാന്ത്വന 2 ഇറങ്ങിയ? അത് ഇറങ്ങിയിട്ട് എത്രയായി? കുറേ അത് കാണലുണ്ട്. പിന്നെ അത് രാണീന്റെ സീരിയലിന്റെ പേര് മറന്നു. മതി, എത്ര മതി. മഴതോരും അതന്നെ മഴതോരും മതി മതി കഴിഞ്ഞ്. അമ്മമ്മക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാ പോവോ? സിനിമയില് ഈ വയസ്സുകാലത്തല്ലേ ഇനി എന്ത് സിനിമയിൽ അഭിനയിക്കാൻ? വയസ്സുകാലത്തെല്ലാം കിട്ടാണെന്ന് അഥവാ മറ്റേ മോഹൻലാലിന് പെട്ടെന്നൊരു നായികനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ? അതെനിക്ക് ഇഷ്ടമൊന്നുമല്ല സീരിയലിലൊന്നും അഭിനയിക്കാനൊന്നും. സീരിയല്ല, സിനിമ. സിനിമയിൽ തന്നെ. എന്നാലും ഒരു അമ്മ വേഷം കിട്ടിയാല്? അമ്മ വേഷം കിട്ടിയ ഇപ്പൊ ഈ സമയത്ത് എന്താ അമ്മ വേഷം കിട്ടും? പിന്നെ ഈ സമയത്ത് ഇങ്ങക്ക് പിന്നെ എന്ത് വേഷമാണ് കിട്ടണ്ടേ? എന്തിന് അങ്ങനെ താല്പര്യം കുറവാണ്. അല്ലേ, കോളേജ് റോളെല്ലാം കിട്ടിയിട്ടുണ്ടാ പോവായിരിക്കും അല്ലേ? ചിലപ്പോ ഡയറക്ടറിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, പറയാൻ പറ്റില്ല. നിങ്ങളെ ഇത് ഭാവി പരിപാടി ഇവിടെ നീ എത്ര പഠിക്കുന്നെന്ന് പറഞ്ഞാ? നിന്റെ ജീവി കാണുമ്പോ നിന്റെ ഭാവി പരിപാടി ഐഫോൺ എടുക്കുക അല്ല? എന്നാ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പറ, എന്താണ് പറയടാ. എനിക്ക് അത് അമ്മമ്മ പറഞ്ഞിരുന്ന എനിക്ക് താല്പര്യം. നീ ആലോചിക്ക. അപ്പൊക്ക് നീ അതിലാ വന്നു പറഞ്ഞു. യാത്ര ചെയ്യണോ? കൊറേ യാത്ര ചെയ്യണോ? സോളോ ആരെങ്കിലും പോയാ മതി. ട്രാവൽ വ്ളോഗർ ആവണം. ഒരു വ്ളോഗ് ചെയ്യണോ? വ്ളോഗ് ചെയ്യണ്ട, യാത്ര പോയാൽ മാത്രം മതി. പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് വലുതായിട്ടാകുമ്പോ അങ്ങനെ ആർമി മരത്ത് സ്പോർട്സ് അങ്ങനെ സ്പോർട്സ് കോട്ടയിൽ പോകണം അങ്ങനത്തെ എന്തെങ്കിലും. ചെക്കൻ എല്ലാ സ്പോർട്സും കാണുന്ന ആളാണ്. ഭയങ്കര എല്ലാം കാണലുണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ്, മറ്റേ ബാഡ്മിൻ്റൺ, കബഡി എല്ലാം. ഇത് എന്തുണ്ടെങ്കിലും കാണും. ചെക്കൻ നല്ലൊരു സ്പോർട്സ് എന്തൂസിയാസ്റ്റാണ്. നീ? ഞാൻ വ്ളോഗർ. നീ ഇവിടെ ആസ്മി എനിത്തിങ് എടുക്കാൻ വീഡിയോയിൽ വരുമോന്ന് ചോദിച്ചേരം വരൂലെന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവരില്ലേ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിൽ ഹലോ ഗായ്സ് നമ്മൾ തിന്നാൻ പോക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെല്ലാം പറയും. ചെക്കൻ പറഞ്ഞോട്ട് പ്രശ്നമില്ല, പറഞ്ഞോ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലല്ലോ ഹലോ ഗൈസ് നമ്മൾ ഇതാണ് ചെയ്യുന്നത്, നമ്മൾ അതാണ് ചെയ്യുന്നതെല്ലാം വാർത്ത കേൾക്കും. വ്ളോഗറാവാൻ ഭാവിയുണ്ട് എന്ന് പറയുന്നു. നമ്മളെ എല്ലാവരും ഇൻട്രോവേർട്ടുകളാണ്. ഞാൻ എംബിവേർട്ടായിരിക്കും. നമ്മളെ കുടുംബത്തിലെ ഏക എക്സ്ട്രോവേർട്ടാണ് ഇവർ. അപ്പം മാത്രമേ ആരോടെങ്കിലും വർത്താനം പറയും. അമ്മമ്മ പിള്ളേരെ വഴക്ക് പറയാറുണ്ടോ? പിള്ളേർ കലമ്പലുണ്ടോ? പിന്നെ എന്താ കലമ്പെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും വേണ്ടാതെ കളിക്കുമ്പോൾ എന്തെങ്കിലും പറയും. അത് കുട്ടികളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, കുട്ടികളോടെല്ലാം നല്ല ഇഷ്ടം തന്നെയാണ്. പക്ഷേ വേണ്ടാതെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കലമ്പും. ഞാൻ അറിയാണ്ട് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഉത്തരങ്ങളെല്ലാം മറ്റേ രാഷ്ട്രീയക്കാരെല്ലാം പറയുന്ന പോലെ ഉണ്ടല്ലോ. എടാ ഇങ്ങനെ കലമ്പലുണ്ടോ അമ്മമ്മ? ഇതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഒന്ന് കാണിക്കുന്നു. ഇന്ന് കലമ്പലുണ്ടോ? വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവല്? നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാണ് ആ വീഡിയോ എങ്ങനെയാണ് എടുക്കല്, എങ്ങനെയാണ് ചെയ്യല്? സന്തോഷത്തോടുകൂടെ. സന്തോഷം അധികം പറയുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വരും. അങ്ങനെയല്ല, നീ പറയുന്ന പോലെ ഞാൻ നിൽക്കുന്നുണ്ട്, അതേപോലെ ചെയ്യുന്നുണ്ട്. അത് സത്യാട്ടാ. എന്നാ സംഭവം എന്നാ ചെയ്യുന്നത്, എന്നാണ് റോള്, ഇതെങ്ങനെ വരുവാന്നും അറിയില്ല. അത് പറയാൻ പറഞ്ഞാൽ അത് അതേപോലെ പറയും. നീ എങ്ങനെയാന്ന് വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവല്? വീഡിയോ എടുക്കുമ്പോൾ പ്രണവാണ് എന്തെങ്കിലും ഇങ്ങനെ ഡയലോഗ് പറയും.
പണ്ണത് നമ്മളെ ഇങ്ങനെ പറയാം. ഏട്ടൻ ഡയലോഗ് പറയുമ്പോ അത് പഠിച്ചിട്ട് പറയും. നീ എടാ ഇവര് അഭിപ്രായം പറയണ്ട ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാല് ഇതാക്കാന്ന് ഇവനിങ്ങനെ കുറെ സജഷൻ തരുന്നുണ്ട്. ഇത് ചോദ്യമല്ല, ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അമ്മമ്മക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ട് വരുന്നുണ്ട് ഗൾഫിൽ നിന്ന്. നിങ്ങളെ അഭിനയം ഇഷ്ടപ്പെട്ടിട്ട് ഗിഫ്റ്റ് മേടിച്ചിട്ട് വരൂ, നാട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റുമോന്ന്? പറ്റാണ്ടെന്താ, ഞാൻ സന്തോഷത്തോടെ ഞാൻ വാങ്ങും, അത്ര തന്നെ. പറ്റാണ്ട് മോൻ്റെ പേര് സന്തോഷം എന്നാണ്. അതുകൊണ്ടാണ് ആ നിങ്ങള് അത് പറഞ്ഞു, നിങ്ങളെ കുടുംബത്തിനെ പറ്റി പറഞ്ഞു. അതാണ് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് അതാണ് പറയണ്ടേ. മക്കളെ പേരെല്ലാം പറ. അതിങ്ങനെ ഇതെങ്ങനെ പറയാൻ പറഞ്ഞാ? അല്ല എന്നാലും അങ്ങനെ പറഞ്ഞോ. മക്കളെ ഫസ്റ്റ് നിങ്ങളെ പേര് പറയാ, അച്ചാച്ചന്റെ പേര്, മക്കളെ പേര്, മക്കളെ പേര്. മക്കളൊക്കെ പേരൊന്നും കിട്ടൂല. ആ സാറല്ല പറഞ്ഞോ, മക്കളെ പേര് പറഞ്ഞാൽ മതി. ആ പറഞ്ഞോ. അത് കുറേ ഉണ്ട്. ആ അത് കൊറേ ഉണ്ട് സാറല്ല പറഞ്ഞോ. ഞാൻ ചോദിക്കാം നിങ്ങളെ പേര്, അത് പറഞ്ഞല്ലേ. അച്ചാച്ചന്റെ പേരും ഗോവിന്റെ ആ സ്കൂള് പ്യൂണായിരുന്നു, ഇപ്പോൾ ഇല്ല, 4-5 കൊല്ലായി പോയിട്ട്. ഇനി മക്കളെ 5 പെൺകുട്ടികളാണ് എനിക്ക്. മൂത്തത് വസന്ത, പിന്നെ രാധിക, പിന്നെ രാഗിണി, പിന്നെ അമിത, പിന്നെ സുമിത. അങ്ങനെ 5. പിന്നെ ഒറ്റയൊരു മോനേ ഉള്ളൂ, സന്തോഷം. ഇതെല്ലാം ആദ്യം പറയണ്ടേ? നിങ്ങൾ ഇങ്ങനെയല്ല ഇത് ഞാനിപ്പല്ലേ നോക്കുന്ന ഓരോന്ന്. ഇതെങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞു തരുവാ? ഇളയ മോള് സുമിത, ഓളെ മോനാണ് ഇത്. ഈ ഒറ്റൊരു മോനേ ഉള്ളൂ. ഓള് പാൽ സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ട്, മിൽമ സെക്രട്ടറി. പിന്നെ മോൻ്റെ ഭാര്യ ടൈലറാണ്, മൂത്ത മോളും ടൈലർ. അത് പറഞ്ഞു ഞാൻ അല്ലേ? ഇല്ല, അത് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ മോള് DTP ഓപ്പറേറ്റർ. ബുക്ക് ചെയ്യുന്ന രാധിക പേര് നേരത്തെ പറഞ്ഞല്ലോ. എഴുത്തുകാരിയാണ്. ഇങ്ങനെ ഓരോ നോവലിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മോളെ കൊണ്ട് കാര്യമായ ജോലിയൊന്നുമില്ല. ഓള് കാഞ്ഞങ്ങാടാന്ന്, രാഗിണി. പിന്നെ അമിത ആദ്യം ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. ഓള് നേഴ്സായിരുന്നു. നിങ്ങളാണ് ഈ അച്ചടി ഭാഷ പഠിച്ചേ? നേഴ്സായിരുന്നു. അടുത്തളെ പറ്റി പറ. കഴിഞ്ഞ ഇനിയില്ലേ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞ സന്തോഷം എല്ലാരും പറഞ്ഞു. എല്ലാവരും ആയില്ലേ? ഈ സംഭവം എല്ലാരും ഇങ്ങനെ പുറത്തുനിന്ന് ടെൻഷൻ ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയെല്ലാം ചോദിക്കുന്നു ഇവൻ ആദ്യം പറഞ്ഞു. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇവര് ഇത് ഞാൻ ചോദിക്കുന്നല്ല. അതന്നെ, എന്നാലും ഇങ്ങനെയെല്ലാം ഉണ്ടാകും എന്നെല്ലാം പറയണ്ടേ? ശരി, കട്ടാക്കണോ? ആലോചിക്കാൻ സമയം വേണോ? എന്നും വേണം, എന്നും പറയാനില്ല ഇത്. പിന്നെ എൻ്റെ മോൻ്റെ ഭാര്യേൻ്റെ പേര് സജിന. അത് നേരത്തെ ഞാൻ പറഞ്ഞു. അവള് ടൈലറാണ്, അവളെ 2 മക്കളാണ് ഈ 2. ഇവര് നടക്ക് കഴിയല്ല. അമ്മമ്മേനെ ടെൻഷൻ ആക്കുന്നല്ല. അമ്മമ്മ അച്ഛന്ന് പോസാക്കറ, കുറച്ച് പോസാക്കറ. ഇല്ല, ഓഫാക്കാൻ പറഞ്ഞു. നേരം എന്നാന്ന് പറയണ്ടേ? അത് ഞാനെന്നാ പറയണ്ടത്? നീ പറഞ്ഞു അല്ല അത് ഇഷ്ടമല്ല എന്നോ അല്ല ഇഷ്ടമാണോന്ന് അതെന്നാ പറയണ്ടെന്ന് ഇതിനകത്ത് നമ്മള് പറഞ്ഞിരുന്ന ഉത്തരെല്ലാം ഓർക്ക് വേണ്ടേ? അത് തന്നെ, അത് പറഞ്ഞു തരുന്നല്ലെങ്കിലും അത് അല്ല മനസ്സിലെന്നാ തോന്നുന്നു. അതാണ് വേണ്ടേ. ഇല്ല പിന്നെ അനക്ക് ഓരോട് പറഞ്ഞാ പോരെ, ഇഷ്ടമാണ് കൊണ്ടുവന്നോളെന്ന് പറഞ്ഞാ പോരെ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് അത് ഒന്നും കൂടി ചോദിക്കണോ? അതിലുണ്ടാവില്ലേ? നേരത്തേരുണ്ട്. വീഡിയോ എടുക്കുന്നതില് വീട്ടുകാരും നാട്ടുകാരെല്ലാം സപ്പോർട്ടാണോ?
വീട്ടുകാർ സപ്പോർട്ടാണോ നീ വീഡിയോ എടുക്കുന്നതിൽ? ഇവനാ എപ്പോൾ എന്നോട് ഇങ്ങോട്ടേക്ക് വരലാന്ന് ചെക്കനെ വീഡിയോയിൽ എടുക്കണം, പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇത് വീഡിയോ എടുക്കൽ മാത്രമേ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. സപ്പോർട്ടാണ്, ചെക്കനെ ഭയങ്കര സപ്പോർട്ടാണ്. വീഡിയോ എടുക്കുന്നതിൽ എല്ലാവരും സപ്പോർട്ടാന്ന് തോന്നുന്നു. എല്ലാരും സപ്പോർട്ട് എന്ന് ചോദിച്ചാൽ അധികാരിക്കും. എന്നാലും ഒരു ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. എടുക്കണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. സപ്പോർട്ട് തന്നെ, സപ്പോർട്ട് സപ്പോർട്ട്. വൈഭവ് മോനെ ഗിവ് അവേ തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗിവ് അവേ തരുമോ? ഇവന്റെ പേര് അഥർവ് എന്നാണ്. ഗിവ് അവേ തരുമോന്ന് പറ. എനിക്ക് പറയാനുള്ള പറഞ്ഞോ. ഇത് ഗിവ് അവേക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല. പിള്ളേർ ഇടക്കിടുന്ന എക്സ്പ്രഷനും മറ്റേ ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണോ അതാ പിള്ളേർ ഇടുന്നതാണോ എന്ന് കുറച്ചെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. ബാക്കി കുറേയെല്ലാം പിള്ളേർ ഇടുന്നതാണ്. മറ്റേ ഡാൻസ് കളിച്ചെല്ലാം ചെക്കൻ ഇടുന്നത്. ഞാൻ അങ്ങനെ പറയുള്ളൂ, ഡാൻസ് കളിക്കണം ആരെല്ലാം ചെക്കൻ തന്നെ ഇടുന്നതാണ്. ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇതിപ്പം നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ നല്ലതെന്ന് ഇതെല്ലാം പറയില്ലേ, അപ്പം അവരോട് പറയാനുള്ള പറഞ്ഞായി. അങ്ങനെയൊന്നും പറഞ്ഞായി. ഇത് എല്ലാവരും കാണുക. ഇനിയും കുറേ ഫാൻസില്ല ഇപ്പം നമുക്ക്. അവരോടുള്ളൊരു താങ്ക്സ് പറഞ്ഞായി. അവിടെ പറഞ്ഞു എല്ലാരും അങ്ങനെ കാണുന്നതിൽ എനക്ക് താല്പര്യ കുറവൊന്നുമില്ല. അതന്നെ എല്ലാരോടും എങ്ങനെ പറയാനുള്ളതെന്ന് വീഡിയോ കാണുന്നവരോട്. അതങ്ങനെ പറഞ്ഞേ. മറ്റേ ബിഗ് ബോസിൽ മറ്റേ ലാസ്റ്റ് മറ്റേ ഇവര് പറയില്ലേ വന്നിട്ട് മറ്റേ എവിക്ഷനായി പോകുന്നവര്, അവര് പറയുന്ന പോലെ പറഞ്ഞായി. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക, എനിക്ക് വോട്ട് ചെയ്യുക. അങ്ങനെ വോട്ട് ചെയ്യണ്ട, സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആൾക്കാർ വരുന്ന പോലെ പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് എന്നാ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു. ഇത് ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല എന്നാ പറയാ. സാധാരണ നിങ്ങള് എന്താ പറയാ, നിങ്ങളെ കുറേ ആള് കാണുന്നില്ല. നിങ്ങൾ പറഞ്ഞില്ലേ മറ്റേ ആരല്ലോ പറഞ്ഞ് മറ്റേ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ടെന്നല്ലോ. അപ്പൊ അവരോട് ഒരു താങ്ക്സ് പറഞ്ഞായി. താങ്ക് യു. വീഡിയോ കാണുന്നതില്, എൻ്റെ ഈ വീഡിയോ കാണുന്നതില് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എല്ലാവരോടും താങ്ക്സ്. അത്രയേ ഉള്ളൂ. അതേ ചോദ്യം പറഞ്ഞു തരണല്ലേ. പിന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ പിന്നെ അല്ല, എന്നാലേ നമുക്ക് ഒറിജിനൽ ആൻസർ കിട്ടൂ. ഇതിപ്പോ ഇതെല്ലാം ചോദ്യം എല്ലാം പറയും എന്നെല്ലാം പറയണ്ടേ ആദ്യം, എന്നാലല്ലാണ്ട് എനക്ക്. ഞാനും കണ്ടിട്ടില്ല ചോദ്യമൊന്നും. ഞാൻ ഇപ്പൊ കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. മനസ്സിലായാ? ഇതെല്ലാം കേൾക്കുക. ഇല്ല, ഇതിങ്ങനെ നമ്മള് എന്താ പറയാ ഓരോന്ന് ചോദിക്കാൻ പോലെ ഞാൻ ഇരിച്ചില്ല. ഇതൊന്നും കേൾക്കൂലല്ലോ. കേൾക്കാതായല്ലോ. കേൾക്കൂല. അല്ലേടാ, പിന്നെ നീ എന്തോ പറഞ്ഞോട്ടെ. എന്നോട് കുറെ ആള് ചോദിക്കുന്നുണ്ട് ഇതിനെ പറ്റി. ഇങ്ങനെ എന്തെങ്കിലും നിന്റെ ഫാൻസിനോട് എന്നാ പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞോ, നിന്നെ പറ്റി പറഞ്ഞായി. ഇത് മറ്റേ സപ്പോർട്ട് ചെയ്യാ, മറ്റേ അതന്നെ സപ്പോർട്ട് ചെയ്യാ. പിന്നെ ചാനലിൽ സബ്സ്ക്രൈബും ഫോളോയും അങ്ങോട്ട് നോക്കിയിട്ട്. ചെക്കന് ടെൻഷനായി പോയിട്ടാണ്. കൂളാണ്. ഞാൻ പിടിച്ചു കളിച്ചു കൊണ്ടുവന്നാണ്. ഇതോണേ പറയാ. എല്ലാരും ചാനൽ സപ്പോർട്ട് ചെയ്യണോ? എന്നിട്ട് പറഞ്ഞോട്ടെ, നീക്ക് എല്ലാരോടും പറയാനുള്ള പറഞ്ഞോ. വീഡിയോയില് നിന്നെ പറ്റി ചോദിച്ച ആൾക്കാരോടും എല്ലാരോടും എല്ലാവരും താങ്ക്സ്. അത്ര തന്നെ.
ഞാൻ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ അനക്കറിയിൽ ഇത്രയും വരുവാവും എനിക്കറിയില്ല. എല്ലാരും സപ്പോർട്ട് ചെയ്യണം അത്ര. പറഞ്ഞല്ല മറ്റേത് ഫുള്ളായിക്കോ. എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അല്ല മറ്റേ അതിന് മുന്നേ പറഞ്ഞേ നീ അഭിനയിക്കുമ്പോ അറിയില്ല. ഞാൻ അഭിനയിക്കുമ്പോൾ അനക്കെന്നറിയ ഇത്ര ആൾക്കാർ കാണും, മറ്റേ മില്യൺ വ്യൂസ് എടുക്കുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ ഇവരെല്ലാം ചെയ്യുന്നിട്ട് ഞാൻ വിചാരിച്ചു അനക്കും ചെയ്യാന്ന് വിചാരിച്ച് ചെയ്യാം. താങ്ക്സ്. എന്തൊക്കെ പറയടാ. ലൈക്ക്, കമന്റ്, ഷെയർ. എന്തെങ്കിലും പറ അവരോട് പറയാനല്ലേ. മറ്റേ എന്തെങ്കിലും ഡയലോഗ്. താങ്ക്സ്. നമുക്ക് ഞാൻ കൊയിലാണ്ടിയാണ് താമസം എന്നെല്ലാം പറയാറാ. അമ്മ പറയുന്നത് അല്ലേ ഓണത്തിന് അമ്മേൻ്റെ എന്നാ ഓണത്തിനെന്നാ അല്ല ഇവനോട് ഞാൻ പറയാ ഓണത്തിന് ഇവിടെ ഞാൻ എൻ്റെ വീട് കൊയിലാണ്ടിയാണ്, ഓണത്തിന് അമ്മേൻ്റെ വീട്ടിൽ വന്നെയാണ്, അന്നേരം എല്ലാവരും കൂടി ഇങ്ങനെ എടുക്കുന്നതാണെന്നെല്ലാം പറയാറാണ്. ഞാൻ ഇത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. കുറേ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിള്ളേരെല്ലാവരും നല്ല അഭിനയമാണ്, പിന്നെ അടിപൊളിയാണ്. പിന്നെ പിള്ളേർ ഇപ്പം ഇങ്ങനെ ഇൻട്രോവേർട്ടായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അഭിനയിക്കാനുള്ള അടിപൊളിയാണ്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പിന്നെ ഇവൻ ആദ്യമേ ചെറുപ്പത്തിലേ ഇവരെക്കാട്ടും ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് അഭിനയിക്കാൻ. പക്ഷെ എങ്കിലും ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അമ്മമ്മയാണ് നമ്മുടെ ടീമിൽ ലാസ്റ്റ് വന്നത്. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അമ്മമ്മക്കാണ്. അമ്മമ്മേനെ സിനിമയിൽ വിളിച്ചാൽ പോകുന്നതായിരിക്കും, പിള്ളേരെയും സിനിമയിൽ വിളിച്ചാൽ പോകുന്നതായിരിക്കും. പിള്ളേർ രക്ഷപ്പെട്ടിട്ട് വേണം എനിക്ക് പണി ഒഴിവാക്കിയിട്ട് വെറുതെ ഇരിക്കാൻ. ഓക്കെ, എന്തൊരു പിള്ളേർ രക്ഷപ്പെട്ടിട്ട് വേണം നീ രക്ഷപ്പെടാനാണ് എന്നാ നീ പറയുന്നത്. പിന്നെ നിങ്ങൾ സിനിമ ഇതിപ്പം നമ്മൾ ചോദിക്കുന്നതല്ലേ. നിങ്ങൾക്ക് മസ്താനില്ലേ ബിഗ് ബോസിലെ, മസ്താനിയാണ് സാധാരണ ഇതെല്ലാം ചോദിക്കും നിങ്ങളോട്. അപ്പം നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയെന്ന്. നേരം പറയണം എൻ്റെ മോൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അതെല്ലാം എന്നേരാന്ന് പറയണ്ടേ. ഇത് എൻ്റെ മോൻ പ്രണവ് വന്നിട്ടാണ് എന്നെ വീഡിയോ എടുത്തത്, അങ്ങനെയാണ് ഞാൻ സിനിമയിലെത്തിയത്. കേട്ടിനാ? വീഡിയോയിൽ പറയണോ? സിനിമയിലെത്തിയ കാലല്ലേ പറയണ്ടല്ലോ മോനെ. എടാ ഇതൊന്നും അവർക്കല്ലേ. വേറെ ചോദിക്കണം, കുറേ ചോദ്യമുണ്ട്. എൻ്റെ ഗേൾ ഫ്രണ്ട്സിനെ പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ട്, പറയണോ? ചോദിക്കായിട്ടാണ്. പിന്നെ ഇത് ഗേൾ ഫ്രണ്ട്സ് ഫാൻ ഉണ്ടോ? എന്താ അല്ലേ എല്ലാവരും ഫ്രണ്ട് തന്നെ പറഞ്ഞു. ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനി വരാനുള്ളവരെ കിട്ടുമല്ലോ അല്ലേ. കുറച്ച് റൊമാൻറ്റിക് ആണ്. ആ നീ ഇല്ല വൺ വേർഡ് അല്ല ഇത് ചെയ്യണോ? ഏതെങ്കിലും പെമ്പിള്ളേർ ചോദിച്ചിട്ടുണ്ടോ എങ്ങനെയാന്ന്? നീ ഗേൾസിന്റെ അടുത്ത് മിണ്ടിയിട്ടുണ്ടാ? എന്താടാ അങ്ങനെ ചോദ്യം? അറിയാത്തൊരു ഉജ്ജലുണ്ടല്ലേ ജുവേറ. എന്താ ഈ ചൂട്ടത്ത് ഹുഡിയിട്ട് കറുത്ത ഹുഡിയിട്ട് നിൽക്കണ്ടെങ്കിൽ ഇവന്റെ ആ ഒരു റേഞ്ച് അല്ലേ ജു? ആരാ കറുപ്പല്ലാതെ നീയാ ആരും കറുപ്പല്ലേ? ഇതാ ഞാനും കറുപ്പുണ്ട്, ഇതാ ഇതാ എല്ലാം കറുപ്പുണ്ട്. ഫുള്ള് കറുപ്പ്. അത് കൊള്ളാലോ. നമുക്ക് നിർത്താം. വേറൊന്നും പറയണ്ട, ഒന്നുമില്ലല്ലോ. എനിക്കിനി എന്തെന്ന് പറയാനാണിപ്പോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാല്ലേ? ഇനി ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. അച്ചു ഓക്കെ. എന്തുണ്ടേനു ഇനി ഇവരെല്ലാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് മാറിയിരിക്കുക. ഇനി ഇവരത് വേഗം നോക്ക്. ചോറുണ്ട്. നമുക്ക് ഇവരെ ഓരോരുത്തേക്ക് ഇങ്ങനെ പോയിട്ട് എടുക്കാം. പോയിട്ട് എടുക്കുന്നു. എന്തുണ്ടേനു മൊത്തത്തിൽ പരിപാടി എന്തുണ്ടേനു? മൊത്തത്തിൽ ഇപ്പം നല്ല പരിപാടിയാണ്. വിജയിച്ചിനാ? വിജയിച്ചു എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. ടെൻഷൻ ഉണ്ടേനോ? അയ്യേ എന്ത് ടെൻഷൻ. ഈ 75 വയസ്സായ എനക്കെന്ത് ടെൻഷൻ പതിന്? ഇനി 75 വയസ്സായിട്ടുള്ളൂ. 75 ഒന്നോ രണ്ടോ അധികം കുറവായാലെന്നാണ്. അതിലൊന്നും അർത്ഥമില്ല. ഇനി വേഗം നോക്ക് നിങ്ങൾ ഇവരത്
വെറുതെ എടുക്കാൻ ഇത്ര നമ്മൾക്ക് കഴിഞ്ഞില്ലേ നമ്മളത് കഴിഞ്ഞില്ലേ ഓക്കെ എന്നാ ഓക്കെ ഗൈസ് താങ്ക്സ് ബൈ. ഞാൻ വിചാരിച്ചു ഇതെൻ്റെ ഒരു മോള് അമിത. ആ ഓക്കെ ഹായ് പറഞ്ഞോ. ഇതെൻ്റെ മകളെ മകൻ, പേര് ആകാശ്. എന്റെ ഇളയ മകള്, ഇതെന്റെ ഇളയ മകള്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വീഡിയോ തുടങ്ങുമ്പോ ഒരു ചൂരിദാർ വേറെ എന്തൊരു സാധനം ഇട്ടിട്ട് വന്ന് ഇപ്പൊ പരിചയപ്പെടുത്തുന്ന പറയാ ചൂരിദാർ. പിന്നെ എന്നെ നല്ലോണം കാണണ്ടേ? എന്റെ മോനെ പിന്നെന്താ എനിക്ക് ഓനെ അഭിനയിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഓനെ പാടുന്ന പറയാം എനിക്ക് പോണം കണ്ണൂർ പോണം എനിക്ക് അഭിനയിക്കണം എന്ന്. പക്ഷെ ഇവിടെ എത്തിയാലും ആര് ചോദിച്ചാലും ഓരോ മിണ്ടാട്ടുണ്ടാവില്ല. ഇവളാണ് എഴുത്തുകാരി. ചെറിയ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, അതാണ് എണീക്കാൻ പറ്റാത്തത്. ഞാൻ രാധിക. ഞാൻ ഒരു എഴുത്തുകാരിയാണെന്ന് ഇവരൊക്കെ പറയുന്നു. 4 നോവൽ എഴുതിയിട്ടുണ്ട്. രാധു ഗോവിന്ദ് എന്ന് പറഞ്ഞ പേരിലാണ് എഴുതുന്നത്. എല്ലാവരും എൻ്റെ ബുക്ക് വാങ്ങുക, വായിക്കുക. ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് സ്വന്തം നാമി, 2ാമത്തെ പുസ്തകം ആലിലത്താലി, 3ാമത്തെ പുസ്തകം സെർച്ച് ഫോർ യൂട്യൂബ്, ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയത് അനാർക്കലി. 4 നല്ല പുസ്തകങ്ങളാണ്. എല്ലാവരും വാങ്ങുക, വായിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രണവിനോട് പറഞ്ഞാൽ കൊറിയറാക്കി അയച്ചു തരും. ഓക്കെ. ഈ പ്രൊമോഷന്റെ പൈസ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് മേടിക്കാം. അടുത്ത ഉള്ളിൽ ഇവിടെയാ ഇവരാ. ഇതെന്റെ ഒരു മകളെ മകള്. ഇവളെ പേര് ഗായത്രി. 10ാം ക്ലാസ് പഠിക്കുന്നു. ഭയങ്കര കലാകാരിയാണ്. കഥകളി, മോഹിനിയാട്ടം, പാട്ട് ഭയങ്കര കലാകാരിയാണ്. ഇതെന്റെ മൂത്ത മകള്. പേര് പറഞ്ഞാ മോളെ. മറന്നു. വിസ്മയ എന്നാണ് ഇവളെ പേര്. ഞാൻ വെറുതെ പറഞ്ഞതാണ് കിട്ടണ്ടെന്ന്. അതെ. പിന്നെ 2ാമത്തെ മോളാണ് ഇത്. മൂത്ത മോള്, 2ാമത്തെ മോള്. ഇവളെ പേര് വിനയ എന്നാണ്. ഇതൊരു മകള്. ഇവളെ കല്യാണം കഴിഞ്ഞവളെ അല്ല, കല്യാണം കഴിഞ്ഞു ഇവളെന്ന്. ഇവളെ കല്യാണം ഇവളെ പേര് ആര്യ. അതെ, എനിക്കറിയാം. ഇതാണ് എൻ്റെ ഒരേ ഒരു മകൻ. നമ്മളിപ്പോ അഭിനയിക്കലുണ്ട്, പക്ഷെ വീഡിയോയിൽ വരാൻ നാണായോണ്ട് വന്നിട്ടില്ല. ചെക്കനും വളരെ നല്ലൊരു കലാകാരനാണ്. ഇതെന്റെ ഒരു മോളെ മകൻ. പേര് പറവനെ. എൻ്റെ പേര് കിഷോർ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്ഥലം ഞാൻ കാനങ്ങാട്. ഇതെന്റെ മകന്റെ ഭാര്യ സജിന. ഇത് സജിന. അമ്മക്ക് എന്താ പറയണ്ടേ, വീഡിയോയിൽ വരാൻ എല്ലാ സപ്പോർട്ടും എൻ്റെ 2 മക്കളാണ്, ദ്രോണിയും ബദറും. അതിന്റെ കുപ്പി കിട്ടാണ്ട് കൂന്ന് വിചാരിച്ചിട്ടാണ് അതർവിന് പേടിയാകുന്നത്. അതർവ് കുറച്ചെനിക്ക് തരും. ഇത് എൻ്റെ ഇളയ മോൻ, ഇത് ദ്രോണ, ഇവനും ഉഷാറ. ഇവര് എല്ലാ സപ്പോർട്ടും. അമ്മേനൊക്കെ ഞാൻ അമ്മക്കും. ഇനി ഇല്ല, തീർന്ന്. അത് വായില്ല ഭാഷ. സത്യമായിട്ട് അതെ. എനക്ക് എപ്പോൾ പേരിപ്പം മറന്നു പോകുന്നത് എല്ലാവരും. കാര്യത്തെ പറയുന്നതാണ്. ചോറ് അമ്മമ്മേന്റെ പേര് മറന്നു പോയതിൽ പ്രതിഷേധിച്ച് പിള്ളേർ പ്രശ്നമാക്കുന്നു. വയസ്സാകുമ്പോ അങ്ങനെ പേരെല്ലാം കാണാൻ പേര്. എന്റെ പേര് മറന്നു പോയിട്ടില്ലല്ലോ. ഇല്ല, പ്രണവ്. കാണാൻ പേരെല്ലാം പറ. കാണാൻ
കാണാൻ വരണം എന്നാലേ പേരിൽ ഓർമ്മയുണ്ടാവും എന്ന് പറ. കാണാൻ വരണം അവരോട് പറ, അവരോട് എല്ലാരും അമ്മമ്മേനെ കാണാൻ വരണം എന്നാലേ പേര് ഓർമ്മയുണ്ടാവും. അറിയാ? ഇനി വലിയ നടിയായാല് അടുപ്പിക്കൂലെന്ന് പറ. ആ, ഞാൻ വലിയ അങ്ങ് എത്തിയാലുണ്ടല്ലോ പിന്നെ നിങ്ങളെയൊന്നും അടുപ്പിക്കൂല. ഇപ്പം നിങ്ങള് എന്റെ പേര് പ്രണവ്. ഇത്രയധികം മക്കാറാക്കണം ദിവസം. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ എന്റെ പേര് ചോദിച്ചാൽ എപ്പോഴും പറയാൻ പ്രണവിനാണ്. അന്യ പ്രണവന്യം മാറി ഇത് ഇതാണ് എൻ്റെ മകൻ്റെ ഇളയ മകൻ അഥർവ്. കുടുംബത്തിലെ ഏറ്റവും അമ്മമ്മേൻ്റെ പൊന്നുമോൻ. അങ്ങനെ പിടിച്ചു അതിനെന്നാ അങ്ങനെ നോക്കണേ കുട്ടി പോലെ വെരി ഗുഡ് വെരി ഗുഡ്. ചിക്കൻ എല്ലാരും ഡയറ്റിലായോണ്ട് അധികം ഫുഡ് കഴിച്ചിട്ടില്ല. ഇത് ഇന്നലെ ഓണം കഴിഞ്ഞ് ഓണത്തിന് എല്ലാവരും എൻ്റെ മക്കളെല്ലാവരും ഇവിടെ വന്ന് ഓണത്തിന് അതുകൊണ്ടുള്ള എല്ലാവരും സദ്യയും. സദ്യ തന്നെ. സദ്യ എന്ന് പറഞ്ഞാൽ ഇന്നലെ സദ്യ കഴിഞ്ഞു. സാമ്പാറ്, ചിക്കൻ, പച്ചടി, ചമ്മന്തി, ഓലെ അതെല്ലാം ഇന്നലെ ഉണ്ടായി. സാമ്പാർ ചമ്മന്തി നിങ്ങൾക്ക് കിട്ടിയിരുന്ന അതെല്ലാം ഉണ്ടായിരുന്നു ഇന്നലെ. സ്നേഹം ഇല്ലേ? വിശക്കുന്നുണ്ടല്ലോ. ടാറ്റാ ബൈ. ബൈ പറ. ഇല്ല